ഇരട്ടച്ചങ്കനാണോ ഓട്ടച്ചങ്കനാണോ? ഏത് വിഷയത്തിലാണ്? ഇന്നലെ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെയും ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള എം ആർ അജിത് കുമാർ എ ഡി ജി പിക്കെതിരെയും വലിയ ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചത്. അതിൻ്റെ അലവരികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, സംസ്ഥാന സമ്മേളനങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി ഘടകങ്ങൾക്കുള്ളിലും പുറത്തും മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയിലേക്ക് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് കുറേ ആളുകളെങ്കിലും സംശയം ഉന്നയിക്കുന്നത് ഇദ്ദേഹം ഓട്ടച്ചങ്കനാണ്, പി വി അൻവറിൻ്റെ ആരോപണത്തിൽ ഭയന്നു പോയി. അല്ല, ഇതിനകത്ത് CPM-ൻ്റെ മറ്റൊരു MLA-ക്കും കഴിയാത്ത കാര്യങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് പാർട്ടിക്ക് പുറത്തായതുകൊണ്ടായിരിക്കും. പക്ഷേ പാർട്ടിക്ക് പുറത്ത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ സഹായത്രിയാണെന്നൊക്കെ ഉള്ള ഓമന പേരിട്ട് വിളിക്കാവുന്ന ആൾക്കാർ അൻവർ ഉൾപ്പെടെയുള്ള പലരുമുണ്ട്. ആ സഹായത്തിനുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പിണറായിക്ക്. അതാണ് മുമ്പ് സഹായത്രികരില്ലാതെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പിണറായി ഒരുപക്ഷെ എവിടെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അതിപ്പോൾ കാരാട്ട് റസാഖ് തന്നെ പറഞ്ഞിരുന്നു. പി വി അൻവറിന് പിന്നാലെ ജലീലും കാരാട്ട് റസാഖും അവരുടെ അഭിപ്രായങ്ങളുമായി പിന്തുണയുമായി വന്നിരുന്നു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ 3 പേരും ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ കടന്നു കയറാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്ന് ഇടതുമുന്നണിക്ക് വിജയം സമ്മാനിച്ചവരാണ്. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആയിരിക്കാം, അങ്ങനെയാണ്. ഒരു പക്ഷേ ഇടതുമുന്നണിക്ക് പെട്ടെന്ന് കടന്നു കയറാൻ കഴിയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇടതുമുന്നണി എല്ലാ ആളും അർത്ഥവും കൊണ്ട് പരിശ്രമിച്ചിട്ടും ഒരു പരിധിക്കപ്പുറം മലപ്പുറം ജില്ലയിൽ കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടങ്ങളിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കുന്നതിൻ്റെ നല്ലൊരു ബേസാണ് വാസ്തവത്തിൽ ജലീൽ കൂടിയും അൻവറിൽ കൂടിയും റസാഖിൽ കൂടിയും ഒക്കെ കണ്ടത്. ഇപ്പോൾ കൊടുവള്ളിയൊക്കെ ജയിച്ചു വരിക എന്ന് പറഞ്ഞത് അത് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണത്. അപ്പോൾ മാത്രമല്ല അൻവർ അതിനുള്ള പ്ലോട്ട് നേരത്തെ ഒരുക്കി എന്നുള്ളതാണ്. അൻവറെ നമ്മളങ്ങനെ നിസ്സാരക്കാരെ കാണേണ്ടതല്ല. അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ പിണറായിയിലെ രാഷ്ട്രീയക്കാരന് കഴിഞ്ഞില്ല. താൽക്കാലികമുള്ള ലാഭത്തിലേക്ക് ആയിരുന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ നോട്ടം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ അടർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവർ മനസ്സറിയിക്കുമ്പോൾ ഇങ്ങോട്ട് കൂട്ടാനോ ഒക്കെ മുതിർന്നത് അതുകൊണ്ടാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാർക്ക് വല്ലാത്ത ഒരു സ്വാതന്ത്ര്യവും മറ്റ് CPM MLA-മാർക്കില്ലാത്ത പാർട്ടി MLA-മാർക്കില്ലാത്ത സ്വാതന്ത്ര്യം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 തരം MLA-മാരാണ് CPM-നുള്ളത്. അതെ, ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഒന്നെന്ന് പറയുന്നത് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന MLA-മാർ, മറുഭാഗത്ത് നമ്പർ കുറവാണെങ്കിൽ പോലും എന്തും ചെയ്യാൻ കഴിയുന്ന CPM-ൻ്റെ MLA-മാർ, നേരത്തെ പറഞ്ഞ സഹയാത്രികർ എന്ന ഓമന പേരിടുന്നത്. ഈ സഹയാത്രികരെ പിണറായി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ നേരത്തെ പറഞ്ഞ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയൊക്കെ ആണോ? അല്ല, ഈ സഹയാത്രികർ എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണ് നമ്മൾ നോക്കിയാൽ മതി. അത് ഇന്ന കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെന്നുള്ളതല്ല. പക്ഷേ അവർക്ക് അവരുടേതായ രീതിയിലൊരു ഒരു ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ആ കൂട്ടം അതിന് ഈ പാർട്ടി ചിട്ടവട്ടങ്ങളിൽ കൂടി കടന്നു വരുന്നതല്ലാത്തത് കൊണ്ട് അവരെ അത് ബാധിക്കുന്നതേ ഇല്ല. ഒരുപക്ഷെ അവർക്കത് അറിയില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും അവർക്ക് കൊടുത്തിരുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ കാണുമെന്ന് പറയുന്നതിൽ പാർട്ടിയുടെ മറ്റ് ഇത്തരമുള്ള മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം ഒരുക്കിയ ആൾക്കാരെന്നുള്ള നിലയിൽ കൊടുത്തിരുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് സെബാസ്റ്റ്യൻ പോൾ ഇതുവരെ സഹായത്തിനായിരുന്നു കുറേ കാലം. അതെ, അദ്ദേഹത്തിന് ഇമാതിരി സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ലല്ലോ, അതെന്തായിരിക്കും? അല്ല, അദ്ദേഹം ആ സമയത്തും അദ്ദേഹം മീഡിയയിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു. അഭിപ്രായത്തിന് പലപ്പോഴും ഘട്ടം ഘട്ടം ആദ്യകാലങ്ങളിൽ മീഡിയയിലെ അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ കടുത്ത ആരോപണങ്ങൾ. പക്ഷേ എങ്കിൽ പോലും സെബാസ്റ്റ്യൻ പോളെ നമ്മൾ മറ്റു തരത്തിൽ വേണം വിലയിരുത്താൻ. അദ്ദേഹം നല്ല ഒരു രാഷ്ട്രീയം പൂർണ്ണമായും ഒരു CPM-ൻ്റെ ആളല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷ കാഴ്ചപ്പാട് ഇവരിൽ ഒക്കെ തന്നെയും വളരെ ആഴത്തിൽ പഠിച്ച് വായിച്ച് അറിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഇടതുപക്ഷത്തോടൊപ്പം ആ നയങ്ങളുമായിട്ടും അവരുടെ ഈ തത്വങ്ങളുമായിട്ടും അവരുടെ നിയമങ്ങളും ഒക്കെ ആയിട്ട് കൂടുതൽ ചേർന്ന് പോകാൻ സെബാസ്റ്റ്യൻ പോളിന് സാധിച്ചു. പക്ഷേ പുതിയ ആളുകൾക്ക് ബിസിനസ് താല്പര്യമാണ് വലുത്. ബിസിനസ്, അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഈ പാർട്ടിയുടെ ഐഡിയോളജി അവർക്കൊരു വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർക്ക് പലർക്കും ബിസിനസ് താല്പര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം. ആ ബിസിനസ് താല്പര്യങ്ങൾക്ക് എവിടെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഉണ്ടാകാം, അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ എങ്കിലും രാഷ്ട്രീയമായി ഇവർ പറയുന്നത് ഇവർ തമ്മിൽ
കൂടി ആലോചിച്ചിരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് വളരെ രസകരമായൊരു കാര്യം, ഒരു ഗൂഢാലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നു, പക്ഷെ കൂടി ആലോചിച്ചിരുന്നു. അപ്പോൾ കൂടിയാലോചനകളുടെ സാന്ദർഭികമായി അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഞങ്ങൾ കൂടിയാലോചിച്ചിരുന്നു പലപ്പോഴും എന്ന് പറയുന്നു, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഗൂഢാലോചന അല്ല. അപ്പോൾ എന്താണ് ഈ കൂടിയാലോചന പിണറായിയെ കൊടുക്കാനുള്ളതായിരുന്നു എന്താ അത് നമ്മൾ എന്താണ് കൂടിയാലോചന, എന്താണ് ഗൂഢാലോചന എന്നൊക്കെ നമുക്ക് ഇനി വേർതിരിച്ചെടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ പാലും വെള്ളവും പോലെ ഇതൊന്നും നടക്കില്ലത്. പക്ഷേ കൂടിയാലോചന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിയാലോചനകൾക്ക് പിന്നെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രസകരമെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ പിന്നെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സുജിത് ദാസിനെതിരെ അല്ല ഈ നമ്മുടെ വേദിയിലെഴുത്തിക്കൊണ്ട് നമ്മുടെ SP വിമർശിക്കുന്നു. പിന്നെ സുജിത് ദാസിനെതിരെ ഉള്ള ആരോപണം ഉന്നയിക്കുന്നു. സൗകര്യപൂർവ്വം ഒരു ദിവസം P ശശിക്കും ADGPക്കും എതിരായി വെടിവെട്ടിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ മീഡിയ വേണമെങ്കിൽ അന്വേഷിച്ച് വേണം. തെളിവുകൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട്, പലതും ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം. അപ്പോൾ വളരെ സുന്ദരമായ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ലക്ഷ്യമിടുന്നത് ആരെയാണെന്ന് ഇപ്പോൾ പലർക്കും ഇതേക്കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഇത് ഇങ്ങനെയാണ് പോകുന്നത് എന്ന് ഒരു കല്ലെടുത്തെറിയുന്നു, കൊണ്ടും ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഊഹിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നാളെകളിൽ മാത്രമേ ഇത് ഉരുത്തിരിഞ്ഞ് വരുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആത്യന്തികമായി CPM-നെ പൊളിക്കാനുള്ള ഈ പറഞ്ഞ പോലെ ഈ ത്രയങ്ങൾ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് CPM-നെ പൊളിച്ചെഴുതലല്ല എന്ന് നമുക്ക് കരുതാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല. കാരണം ഇവർക്ക് എപ്പോൾ വേണം വിട്ടുപോകാം. ഇപ്പോൾ അൻവറിന് 2 വർഷം കഴിഞ്ഞു, ഇനി അടുത്ത ടേമിൽ മന്ത്രിസ്ഥാനം കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. മറ്റവർക്ക് 2 പേർക്കും ഒരാളിപ്പോൾ ഏതാണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മാറി വിട്ടുപോയി എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്കും കൂടി നാളെ എപ്പോഴും കടന്നു ചെല്ലാൻ ഉള്ള ഇടമായി UDF മാറിയേക്കും. അതായത് പിണറായി വിജയൻ്റെ ഈ 2ാം ഭരണത്തിൽ ക്രിമിനലുകളാണ് കൂടുതൽ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയല്ലേ? എന്നിപ്പോൾ അൻവർ ഉൾപ്പെടെ പറയില്ലേ, അൻവറിനെ മറ്റാൾക്കാർ പറയുന്നു അൻവർ ഒരു ക്രിമിനലാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അൻവറിനെ കുറ്റം പറയുന്നു. അപ്പോൾ അൻവർ തന്നെ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ പറയുന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചില്ലായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ പരസ്പരം ക്രിമിനലുകളെന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇവരെല്ലാം തന്നെ ഇവർ പറയുന്നു പിന്നെ മാഫിയയാണ്, ക്രിമിനലാണ്, കൊലപാതകം ചെയ്തിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് ചെയ്തിട്ടുണ്ട്, P ശശി ഇന്ന ആളാണ്. P ശശിയെയും പിന്നെ ADGP അജിത്തിനെയാണ് പറയുന്നത്. അപ്പോൾ അവർ നേരെ തിരിച്ചും പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഈ പിന്നെ നല്ലൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് നമ്മുടെ അൻവർ എന്ന് പറയുന്നത്. നല്ല വ്യവസായിയാണ്. ഈ പറഞ്ഞ പോലെ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. UDF-നെ പിന്നെ എന്ന് വിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഒരുപക്ഷെ അടുത്ത ശ്രമം ഇതിനെയും പൊളിക്കലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളായിരിക്കാം വലുത്. പക്ഷേ അദ്ദേഹം മമ്പാട് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനായിട്ട് ഇറങ്ങുന്നത്, രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല ഇലക്ഷനിൽ അദ്ദേഹം വർഷം എനിക്ക് ഓർമ്മയില്ല, ഭംഗിയായി അദ്ദേഹം ഇലക്ഷനിൽ പെർഫോം ചെയ്ത് ഒരുപക്ഷെ വിജയിക്കാനാവാത്ത സാഹചര്യങ്ങളിൽ പോലും പെർഫോം ചെയ്ത് ഒറ്റയ്ക്ക് ഇദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ അദ്ദേഹത്തിന് നമുക്ക് അങ്ങനെ പിന്നെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളല്ല ഇയാൾ. അപ്പോൾ രാഷ്ട്രീയ ഇദ്ദേഹത്തിന് അറിയാം, കുടുംബത്തിൽ തന്നെ കിട്ടിയിരുന്നു, പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്, ഭംഗിയായിട്ടൊരു വ്യവസായിയാണ്. അല്ലെ എങ്ങനെ വ്യവസായം വിജയിപ്പിക്കണം എന്നറിയാം, ഇത്തിരി ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാനറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ ഇത് ചുരുക്കത്തിൽ വന്നു പെടുന്നത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പാലൂട്ടി വളർത്തിയ, അപ്പോൾ താൽക്കാലിക ലാഭം മാത്രം കണക്കാക്കിയിട്ട് പിണറായി വിജയൻ പാലൂട്ടി വളർത്തിയ നേതാക്കളിൽ പല കാലഘട്ടങ്ങളിലായി പാലൂട്ടി വളർത്തിയതിൽ ഏറ്റവും ഒടുവിലായി വന്ന ആൾക്കാരാണ് അവർ. പക്ഷേ അവർ പോകെ ഇദ്ദേഹത്തെയും പാർട്ടിയെയും വിഴുങ്ങുന്ന കാഴ്ചയാണ് വരുന്നത്. സോ ഇപ്പോൾ ഇന്നലെ അടിക്കുന്നതുകൊണ്ട് രാത്രി 10:45 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഉത്തരവ് ഇറങ്ങുന്നത്. ആ ഉത്തരവിൽ പിന്നെ ഇന്നലെ അദ്ദേഹം ഇതേ സമയത്ത് ഇതിനു മുമ്പ് ആ പോലീസുകാരുടെ കയ്യടിയൊക്കെ നേടിക്കൊണ്ട് പറഞ്ഞ ആ ഒരു പ്രസ്താവന കണ്ട് ഉത്തരവിൽ ഇല്ല. ഇത് അജിത് കുമാറിൻ്റെ ആവശ്യത്തിന്മേലുള്ളൊരു അന്വേഷണം കൂടിയാണ്. അപ്പോൾ ഭയക്കുന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ചോദ്യം നാളെ ഉയരും. ഈ അനുവാദമില്ലാതെ തന്നെ ഫോൺ ചോർത്താൻ അധികാരമുള്ള ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആളാണ് അജിത് കുമാർ. സ്വാഭാവികമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒന്ന് ചോർത്തിക്കണം, അതിലൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെതും ചോർത്തിക്കണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആവശ്യപ്പെടാം, ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തണം, രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെടാം. പെട്ടെന്ന് രാജിവെച്ചവല്ലേ ഇതൊക്കെ നാളെ പുറത്തു വരും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ച് പോകാൻ കഴിയില്ല. അയാൾ ആദ്യം നോക്കുന്ന അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും. അപ്പോൾ ഈ മാത്രമല്ല ക്രമമായിട്ടുള്ള
തുടർഭരണത്തിന്മേൽ വന്നതും ആ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നതുമായിട്ടുള്ള ഒട്ടേറെ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് നീണ്ടു. ഈ ആരോപണം നമ്മൾ ഓരോന്നോരോരുത്തർ എടുത്തു നോക്കും. ഈ ആരോപണങ്ങൾ വരുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് അതിനെ ചെറുക്കലായിരിക്കും പ്രാധാന്യം. അത് പിണറായിക്ക് ഏതാണ്ട് ഒറ്റയ്ക്ക് ചെറുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് പിന്നെ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആരോപണ ശരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് പിണറായി അന്ന് ഓർത്ത് നോക്കിയാൽ മതി. പാർട്ടി ഒന്നടക്കമൊന്നും ചേർത്തിട്ടില്ല. പതിയെയാണ് പാർട്ടിയിൽ അടക്കം വെച്ചിട്ടുള്ളത്. അപ്പോൾ പിണറായിക്കെതിരെയും പിന്നെ ആ പാർട്ടിയിലുള്ള ഒരുപാട് പേര് അസംതൃപ്തരാണ്. ആ അസംതൃപ്തി ഇപ്പോൾ പിണറായിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെറുക്കേണ്ടി വരുന്നു. അങ്ങനെ പിണറായി ഒറ്റയ്ക്ക് നിന്ന് ചെറുക്കുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കുക കേരളത്തിലെ ഭരണത്തെയാണ്. ഇതിലിപ്പോൾ ഒരു അച്ചുതണ്ട് കൃത്യമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അതുപോലെ തന്നെ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാനോ ഒരു കൂട്ടർ ചുറ്റുമുണ്ട്. ഈ PV അൻവറും ശശിയും അജിത് കുമാറും നേരെ പണ്ടത്തെ ബെഹ്റയും ഇവരെല്ലാം അതിൽ വരുന്ന ആളുകളാണ്, ഇതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാവരുടെയും താല്പര്യം എന്ന് പറയുന്നത് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക, പരമാവധി പണം ഉണ്ടാക്കുക, എന്നിട്ട് ഈ പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തി കേരളത്തിൻ്റെ പൊതു പിന്നെ ഖജനാവിനെ കൊള്ളയടിക്കുക. ഇതൊക്കെ അല്ലേ ഇവരുടെ എല്ലാ ലക്ഷ്യം. പൊതുവെ അങ്ങനെയല്ലേ കണ്ടുവരുന്നത്. അല്ല, അങ്ങനെ നമുക്കിത് പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഇത് പറയാം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് പുറമെ ഒരാൾ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതാണ് ലക്ഷ്യം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് തെളിവില്ല, നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇത്തരത്തിൽ താല്പര്യങ്ങളുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഇപ്പോൾ പാർട്ടി ഫണ്ട് ഉണ്ടാകുന്നത് പോലെ പണ്ടൊക്കെ പാർട്ടി ഫണ്ടായിരുന്നു, ഇപ്പോൾ പാർട്ടി ഫണ്ടല്ല, ഇത് വ്യക്തികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരുപാട് നേതാക്കന്മാർ ആരോപണ വിധേയരായിട്ടുള്ളതും പിന്നെ അത് തെളിഞ്ഞിട്ടുള്ളതും. പിന്നെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പിന്നെ ഇടത് വലത് സർക്കാരുകൾ മാറി വന്നിരുന്നതുകൊണ്ട് ഈ അന്വേഷണങ്ങളൊന്നും ശരിയായ ദിശയിൽ പോകാറില്ല, അതിന് റിസൾട്ടും ഉണ്ടാകാറില്ല. അപ്പോൾ അതിൽ തടിച്ചു കൊഴുത്ത് വീർത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ ഒരുപാട് കാണാൻ കഴിയും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഇപ്പോൾ ഉള്ള ഈ ആരോപണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് CPM-നുള്ളിൽ നിന്ന് പോലും ആൾക്കാർ പലരും ഇതുകൊണ്ട് ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പറയുന്നു കണ്ണൂരിലുള്ള ചില നേതാക്കളുടെ സഹായം ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഊഹിക്കാവുന്നത് മാത്രമാണ്. ഇപ്പോൾ അതിനകത്ത് പിന്നെ P ജയരാജൻ അങ്ങനെ പലരും പറയുന്നു, DP എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നെ ആകാശത്ത് വാരി വിതറാവുന്ന ഈ P ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിൻ്റെ പേരിൽ LDF സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പണക്കി വിട്ടു. P ശശി ഈ ഒരു ക്രിമിനൽ സംഘത്തെ നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് കൂടെയുള്ള ഒരു MLA പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു നടപടിയില്ല. ഇതൊക്കെ ആളുകൾ സംശയിക്കില്ലേ? ഉറപ്പായും സംശയിക്കില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ച് പോകാനോ ഇവരെ പറഞ്ഞുവിടാനോ കഴിയാത്തതിൻ്റെ ആ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇവരുടെ എല്ലാം കൂടി കുരുക്കിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാം ഇന്നിപ്പോൾ രാജിവെച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നാളെ ഒരു വരണ്ടെന്ന് പറയാൻ കഴിയുമോ? പറയില്ല. എന്തിന് ഇദ്ദേഹത്തിന് ആ സുജിത് ദാസിനെ പോലും സ്ഥലം മാറ്റിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം ശക്തരാണ്, ഇവരെല്ലാം ഇപ്പോഴും ശക്തരാണ്. മാത്രമല്ല ഈ ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ 4 പേരെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. അതും ADGPയുടെ ആവശ്യത്തിന് മേലുള്ള അന്വേഷണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇദ്ദേഹം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, CPM-നെ ഇത് തിരിച്ച് അടിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു രസകരമായൊരു ഇതിനകത്ത് വിഷയം എന്ന് പറയുന്നത് P ശശിയെയും P ജയരാജനെയും LDF കൺവീനറായും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും നിയമിക്കാനുള്ള തീരുമാനം എടുത്തത് ഒരു 2021 സെക്രട്ടേറിയറ്റിലാണ്. ആ സെക്രട്ടറിയാണ് തീരുമാനം എടുക്കുന്നത്. അതിൽ ഇദ്ദേഹത്തെ മടക്കി അയച്ചു. LDF കൺവീനറെ മടക്കി അയച്ചു, ഇദ്ദേഹത്തെയും മടക്കി. അപ്പോൾ ചിലർ പറയും അപ്പോൾ P ശശിയെയും മടക്കി അയക്കാനുള്ള നേരിട്ട് പിണറായിക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു ആയുധമാക്കി അൻവറെ കൊണ്ടുവന്നു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നറിയോ, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി അല്ലാത്ത ശശിയെ സംസ്ഥാന സമിതിയിൽ താൽക്കാലിക അതുവഴി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഒരു കുറുക്കുവഴി കൊടുക്കണം. അപ്പോൾ നാളെയും ഇതൊന്നും പാർട്ടിക്ക് പരിചയമില്ലാത്ത രീതികളാണ് ഉറപ്പായും. ഇപ്പോൾ നാളെയും ഒരു പക്ഷേ ഇപ്പോൾ തലശ്ശേരി സീറ്റ് ഒക്കെ ശശിക്ക് നോട്ടമുണ്ടെന്ന് പറയുന്നു. വീണ്ടും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരിക, മോഹങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കോംപ്രമൈസ് വരും ദിവസങ്ങളിൽ നടന്നേ മതിയാകും. അത് നടപ്പാക്കിയതിന് ശേഷം മാത്രമേ ഒരു കോംപ്രമൈസിൻ്റെ അടിസ്ഥാനം. ഇന്നിപ്പോൾ അൻവർ 12 മണിക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ പിണറായി വിജയനെ കാണും. അവിടെ എന്താണ് സംസാരിക്കുന്നുള്ള ഒരിക്കലും നമ്മളറിയാൻ പോകുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും പോകുന്നില്ല. പക്ഷേ അവിടെ ഈ അൾത്താരയ്ക്ക് പിന്നിൽ ചില സംസാരങ്ങൾ നടക്കും.
ആ സംസാരങ്ങളാണ് കേരളത്തിലെ പിന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ആരും അറിയില്ല, അന്വേഷണങ്ങളൊന്നും ഒരിടത്തും എത്തിച്ചേരുകയില്ല. പക്ഷേ പെട്ടെന്ന് പറഞ്ഞു വിടാൻ കഴിയാത്ത രീതിയിൽ പിണറായി കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഈ കേരളത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭംഗിയായി രാഷ്ട്രീയം അറിയാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ആ അദ്ദേഹത്തെയും ഈ പാർട്ടിയുടെ സഹായത്രികർ എന്ന് പറയുന്ന 2-3 പേർക്ക് വരിഞ്ഞു മുറുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ കേരളത്തിൻ്റെ പിന്നെ ജനങ്ങളുടെ ഒരവസ്ഥയാണ് വാസുദേവത്ത് കാണേണ്ടത്, ഭരണമില്ലാത്തൊരവസ്ഥ. എന്തായാലും എത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യം ആവശ്യപ്പെട്ടാലും തട്ടിപ്പുകാരെ വെട്ടിപ്പാടെയും കൂടെ പെട്ട് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാരമ്പര്യത്തിന് യാതൊരു വിലയുമില്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട് പാർട്ടിക്കകത്തും അതിനുശേഷം CM ആയപ്പോഴും. പക്ഷേ 2ാം ടൈമിലേക്ക് വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് മറ്റു പല നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും വേണ്ടി ഒരു പരിധിയുമില്ലാതെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അൻവറിനെ പോലുള്ള ആളുകൾ, ശശിയെ പോലുള്ള ആളുകൾ ഈ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പാരമ്പര്യം ഈ തകർന്നടിഞ്ഞ് വീഴുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ നാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാർട്ടിക്കും ഭരണത്തിനുമെതിരെ ഒരു വലിയൊരു ജനവികാരം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനു മുമ്പ് ശിവശങ്കറിൻ്റെ സമയത്തും വലിയ തരത്തിലുള്ള ആരോപണം പിന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ശശി വന്നതിന് ശേഷം ശശിക്കെതിരെയായി. പക്ഷേ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ശശിയാണ്. ശശിക്ക് ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയില്ല. കാരണം ശശി പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ വിഷയങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പത്രസമ്മേളനം അൻവർ നടത്താൻ കഴിയില്ല. അപ്പോൾ അത് അദ്ദേഹം പറയുന്ന ആരുടെ മുന്നിലായിരിക്കും? പിണറായിക്ക് മുന്നിലായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് അൻവർ കാണുന്നു, ഇവിടെ അൻവർ CM-നെ കാണുന്നു, മുഖ്യമന്ത്രിയും അൻവറുമായി സംസാരിക്കും. തുടർന്ന് ഉള്ള മണിക്കൂറുകളിൽ ശശിയുമായി അൻവർ കാണാൻ പോകുന്നത് മിക്കവാറും ഭീഷണിപ്പെടുത്താനായിരിക്കും. അല്ല, ചിലപ്പോൾ മാധ്യമങ്ങളെ കാട്ടാൻ എൻ്റെ വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഞാൻ പുറത്തുവിട്ട പോലത്തുള്ള ശബ്ദരേഖകൾ വേറെ എൻ്റെ ഇരിപ്പുണ്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അൻവറിന്റെ കയ്യിൽ എങ്ങനെ എത്തി എന്നുള്ളത് വലിയ തമാശയാണ്. ആരാണ് അൻവറിന്റെ കയ്യിൽ എത്തിച്ചെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടാണ് ഇതിനകത്ത്. മാത്രമല്ല ഇതൊരു തിരക്കഥയുടെ നടന്നു പോകുന്ന ഒരു നാടകമാണ് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അൻവർ CM-ൻ്റെ ഓഫീസിൽ വരുന്ന പോലെ. പലരും പറയുന്നത് ഇതിൻ്റെ പേരിൽ CM-ആണ്, CM-ന് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത അൻവർ ഉപയോഗിക്കുന്നു പറയാം. എന്ത് തന്നെയായാലും ഇന്നിവിടെ കാണുന്നു, ഒഫീഷ്യലായിട്ട് ഇനി വന്ന് രഹസ്യമായി കാണുന്നുള്ള പരാതിയില്ലല്ലോ, കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ശശിയും പിന്നെ പിണറായിയും സംസാരിക്കില്ലെന്ന് നമുക്ക് കരുതാൻ കഴിയും. സംസാരിക്കും, ADGP അജിത്തുമായിട്ട് സംസാരിക്കും. ഇനിയാണ് വാസ്തവത്തിൽ പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അതിനുള്ളിലുള്ള രാഷ്ട്രീയക്കാരൻ ഇതിനെങ്ങനെ പിന്നെ ഇത് ഒത്തുതീർപ്പാക്കും എന്നുള്ളത്. സ്വാഭാവികമായി ഇത് ഒത്തുതീർപ്പ് തന്നെയാവും, തർക്കം വേണ്ടത് ഒത്തുതീർപ്പ് തന്നെയാവും. നമ്മൾ ആരും ബാക്കിയൊന്നും അറിയുകയില്ല. കേരള ജനങ്ങൾ വീണ്ടും വിഡ്ഢികളാവും. നമ്മൾ വീണ്ടും പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വഴി കുറച്ച് നാൾ നമ്മൾ മാധ്യമങ്ങളിൻ്റെ ആ ബ്രേക്ക് ന്യൂസ് ഈ ബ്രേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കാനിടയില്ല. കാരണം അതിശക്തരാണ് ഇവരെല്ലാവരും, അതിശക്തരാണ്. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പിന്നെ ശക്തിയുള്ളവരാണ്, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളവരാണ്, പോലീസിൽ സ്വാധീനമുള്ളവരാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്വാധീനമുള്ളവരാണ്. ഇതിനപ്പുറത്ത് കാണും സ്വാഭാവികമായിട്ടും കേരളത്തിൽ എക്കാലത്തും ഉണ്ടായതുപോലെ ഒരു പുതിയ തരത്തിലുള്ള ആരോപണമുള്ള വിശേഷത മാത്രമേ ഇതിനകത്തുള്ളൂ. കെട്ടടങ്ങും.